The house, the only one in the whole valley, The house, the only hole in the whole valley, sat on the crest of a low hill. sat on the crest of a low hill. May I come in, sir? Yes, come in. HM madam sign ഇട്ട് തന്നോ? Yes, sir. മാം സൈൻ ഇട്ട് തന്നു. ഇത്ര പെട്ടെന്ന് ടീച്ചർ സൈൻ ഇട്ട് തന്നോ? അതെങ്ങനെ? അത് പിന്നെ പക്ഷേ ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി ഞാനല്ലേ, അതുകൊണ്ട് മാം പറഞ്ഞു എന്നോട് ടൂറൊക്കെ പോയിക്കോ, ടൂർ പോയി വന്നതിന് ശേഷം ക്ലാസ്സൊക്കെ നോട്ട്സൊക്കെ എഴുതിയെടുത്താൽ മതി എന്ന് പറഞ്ഞു. ലീവ് ലെറ്റർ ഒന്ന് കാണിച്ചേ. ഇതാ സർ. നീ വരാത്തപ്പോൾ എടുത്ത പാടൊക്കെ ഇല്ലേ, വന്നതിന് ശേഷം നന്നായി പഠിക്കണം കേട്ടോ. ഓക്കേ സർ. ഇനി പോയി സീറ്റിലേക്ക് പോ. ഹായ്, രക്ഷപ്പെട്ടു. മക്കളെ, ഞാനിപ്പം നിങ്ങൾക്ക് ഡിക്റ്റേഷൻ എടുക്കും. അപ്പം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചേ. ടീച്ചർക്ക് ഇവിടെ കുറച്ച് വർക്ക് ഉണ്ട് ചെയ്യാൻ. ആരാ ഇവിടെ ചിരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പഠിക്കാനല്ലേ പറഞ്ഞത്? ആരാതെ ചിരിക്കുന്നേ? നിങ്ങളോടല്ലേ ഞാൻ പഠിക്കാൻ പറഞ്ഞത്? നിങ്ങൾ എന്താ വിചാരിച്ചേ, ഞാൻ ഇവിടെ ഇരുന്നൊന്നും കാണുന്നില്ലെന്നോ? എനിക്കെല്ലാം കാണുന്നുണ്ട്. ആരാ ചിരിച്ചതെന്ന് അവരൊന്ന് എണീച്ച് നിൽക്കേ. നിങ്ങൾ എണീക്കില്ല അല്ലേ? നിങ്ങൾ എണീച്ചില്ലെങ്കിലേ ഞാൻ തീർച്ചയായും കണ്ടുപിടിച്ചതിന് ശേഷം ആരാണെങ്കിലും അവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും. ഞാൻ സ്റ്റാഫ് റൂം വരെ ഒന്ന് പോയി വരുന്നേ. ഇപ്പോൾ ഞാൻ ശരിക്കും കണ്ടു ആരാണെന്ന്. അപ്പം ആരാണെങ്കിലും വേഗം എണീച്ച് നിൽക്കേ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും. പറ, ആരാ ഇപ്പോൾ ചിരിച്ചത്? ഇപ്പം ഞാൻ നേരെ കണ്ടു. കാർത്തു, കുഞ്ഞാറ്റ, രണ്ടാളും എണീച്ച് നിൽക്കേ. എന്തറിയാത്തതാണ്? രണ്ടുപേരും ബെഞ്ചിൻ്റെ മുകളിൽ എണീച്ച് നിന്ന്. നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിന് ഒച്ച ഉണ്ടാക്കല്ല ചിരിക്കല്ലാന്ന്. അപ്പം നിങ്ങൾ കേട്ടാ? രണ്ടുപേരും ബെഞ്ചിൻ്റെ മുകളിൽ കയറിയേ. ഇന്നത്തെ എൻ്റെ ദിവസം മൊത്തത്തിൽ പോക്കാം. എനിക്ക് ടൂർ പോകാനും പറ്റിയില്ല. മിസ്സിൻ്റെ കയ്യിൽ നിന്ന് വഴക്കും കേട്ട് ആകെ മൊത്തം ശോക ദിവസം വേണ്ടത്. നല്ല മണടിക്കുന്നുണ്ടല്ലോ. എന്താടി നീ ഉണ്ടാക്കിയത്? അത് പിന്നെ ബേബി, നമ്മൾ രാവിലെ നേരത്തെ പുറപ്പെടില്ലേ, അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാമ്പാർ ഉണ്ടാക്കുന്നത്. നമ്മൾ രാവിലെ പുറപ്പെടുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ലല്ലോ, അതുകൊണ്ട്. ഓ അതെയോ, നല്ല കാര്യം. മോള് കരയുന്നുണ്ടെന്നാ തോന്നുന്നേ. ഞാൻ പോയിട്ട് മോളെ നോക്കിയിട്ട് വരാട്ടോ. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചോളണേ. ഓക്കെ ബേബി, ഞാൻ നോക്കാം. എൻ്റെ മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മ വന്നില്ലേടാ ചക്കരെ? എന്തിനാ അമ്മയെ കാണാതെ ഇങ്ങനെ കരയുന്നേ? അമ്മ എടുക്കണോ? അമ്മ തുമ്പിമോളെ എടുക്കണോ? അമ്മ ഇതാ ഇപ്പൊ എടുക്കാവേ. വാ എന്റെ ചക്കരക്കുടം വന്നേ. അങ്ങനെ. ഹലോ, ലച്ചു, എന്താടി കാര്യം? എടി അച്ചു, അത് പിന്നെയല്ലേ, നാളെ വരുമ്പോ നീ ചെറുനാരങ്ങ എടുക്കണ്ട കേട്ടോ, ഞങ്ങൾ കുറേ വാങ്ങിയിട്ടുണ്ട്. ഓ അതെയോ, നീ പറഞ്ഞത് നന്നായി. അല്ലെങ്കിലേ ഞാനിപ്പം സാമിനെ അയക്കാനിരിക്കുമായിരുന്നു. ഓ അതെയോ, എന്നാലും ഞാൻ അയക്കണ്ട നീ സാമിന്. പിന്നല്ലേ മോളെന്താ ഉറങ്ങിയോ? ഓ പിന്നെ എവിടെ നിന്ന് ഉറങ്ങാനും, ഇതാ ഇവിടെ കരഞ്ഞോണ്ടുണ്ട്. തമ്പുരു മോൾ ഉറങ്ങിയോ? ഇല്ല, ഞാനിപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ഓക്കേടി, ഞാനെന്നാ വെക്കട്ടെ. പിന്നെ നാളെ രാവിലെ 6 മണിയാകുമ്പോൾ ഇവിടെ എത്തണം കേട്ടോ. ശരി, ഞങ്ങൾ കൃത്യം 6 മണിയാകുമ്പോൾ എത്താം കേട്ടോ. ഓക്കെ അപ്പം.